ഒരു KSRTCയുടെ വലിയ ആരാധകൻ. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നാ KSRTC ആക്കാന്ന് വിചാരിച്ചു. വഴിയിൽ ആളുകളൊക്കെ കൈയൊക്കെ കാണിച്ചായിരുന്നു. വലതുകാലം വെച്ച് കയറുവോ. ഇതാ നമ്മുടെ KSRTC. വളരെ സന്തോഷം. അച്ഛൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുത്തു. അച്ഛൻ്റെ ഇഷ്ടം അങ്ങ് സാധിച്ചു കൊടുത്തു. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ കല്യാണം KSRTC വണ്ടി വിളിക്കണമെന്ന്. വലതുകാലം വെച്ച് കയറുവോ. ഇതാ നമ്മുടെ KSRTC. സെറ്റല്ലേ? എൻ്റെ ആഗ്രഹമായിരുന്നു. 1, 2, 3, 4, 5 വണ്ടി. എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മോൻ്റെ കല്യാണം KSRTC വണ്ടി വിളിക്കണമെന്ന്. 5 വണ്ടി ഇരിക്കുന്നുണ്ടോ തലയെടുപ്പോൾ. KSRTC ഡ്രൈവറാണ്. 10 വർഷമായിട്ട് ഇപ്പോൾ KSRTC ആണ് ഓടിക്കുന്നത്. അടുത്താണ് KSRTC കയറിയപ്പോൾ തന്നെ മോൻ്റെ കല്യാണത്തിന് KSRTC തന്നെ വിളിക്കണമെന്നുള്ളല്ലേ. ഒറ്റ വണ്ടിയൊക്കെ വിളിച്ച ഒരുപാട് പൈസ. ഇതെന്ന് വെച്ചാൽ 3600 രൂപയുള്ളൂ 4 മണിക്കൂറത്തേക്ക്. 40 കിലോമീറ്റർ 3600 രൂപ. പിന്നെ അഡീഷണൽ മണിക്കൂർ ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസയാവും. ഇത് നമുക്ക് ലാഭമില്ല. കാര്യം എന്ന് വെച്ചാൽ 3600 രൂപയുള്ളൂ. ഒരു കാറ് വിളിക്കുന്ന പൈസയാവുന്നുള്ളൂ. മറ്റേന്ന് വെച്ചാൽ മൊത്തത്തിൽ എന്ന് വെച്ചാൽ എല്ലാം കൂടെ വെച്ചാൽ 5 വണ്ടി വിളിച്ചാൽ എനിക്ക് തുച്ഛമായ പൈസ ആയതേ ഉള്ളൂ. ടൂറിസ്റ്റ് വണ്ടി ഒരെണ്ണം പോലും വിളിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് ഏറ്റവും നല്ലതല്ലേ KSRTC. അച്ഛൻ ഒരു KSRTCയുടെ വലിയ ആരാധകൻ. അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്നാ KSRTC ആക്കാന്ന് വിചാരിച്ചു. വഴിയിൽ ആളുകളൊക്കെ കൈയൊക്കെ കാണിച്ചായിരുന്നു. വളരെ സന്തോഷം. അച്ഛൻ്റെ ഇഷ്ടം സാധിച്ചു കൊടുത്തു. അച്ഛൻ്റെ ഇഷ്ടം അങ്ങ് സാധിച്ചു കൊടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തി ഈ ഒരു സംഭവം. നമ്മളിപ്പോൾ സാധാരണ എല്ലാവരും കാണുന്ന ടൂറിസ്റ്റ് ബസ് അല്ലേ ഒക്കെ അല്ലാതെ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുപോലെ ഒരു KSRTC ബസ് വിളിച്ചിട്ട് പഴയ ഒരു നൊസ്റ്റാൾജിയ അല്ലേ. നല്ല ഒരു അനുഭവമായിരുന്നു. ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ബസ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൊടുക്കാവുന്നതിന്റെ. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു KSRTCയുടെ ബസ്സുകളും കല്യാണത്തിന് വന്ന രീതികളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരോടും അല്ലാത്തവരോടും ഒക്കെ പറഞ്ഞ് നമുക്ക് കൂടുതലായിട്ട് തരും. കുഴപ്പമില്ലായിരുന്നു. യാത്രക്കാർക്ക് ഏറ്റവും സുഖമായിട്ടുള്ള യാത്രയാണ് ഇപ്പോൾ KSRTC നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നിവിടെ നടന്ന വിവാഹവുമായി ബന്ധപ്പെട്ട് പയ്യൻ്റെ അച്ഛൻ KSRTC ഡ്രൈവറാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ബസ്സെല്ലാം ഇന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വെറൈറ്റി കല്യാണം. KSRTC ഒരു കുടുംബ അംഗം കൂടെയാണ് ഞാൻ. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട്. വെറൈറ്റി കല്യാണം അല്ലയോ? അതെ, വ്യത്യസ്തമായ ഒരു കല്യാണം. ഞങ്ങളുടെ സ്റ്റാഫാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണമാണ്. വളരെ സന്തോഷം. ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. ATOയും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട്. ആളുകളെല്ലാം കൗതുകത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പോഴും KSRTC സ്നേഹിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിന് മാറ്റമൊന്നുമില്ല. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്കും സന്തോഷം. ഇല്ല, ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ബസ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൊടുക്കാവുന്നതിന്റെ